ആഗോള നയതന്ത്ര വേദികൾ പലപ്പോഴും അമേരിക്കൻ സമ്മർദ്ദത്താൽ പ്രക്ഷുബ്ധമാകുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ സുപ്രധാന നീക്കങ്ങളിലേക്ക് ചുവടുറപ്പിക്കുന്നത്. ഒരു വശത്ത് റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും റഷ്യയുമായുള്ള കാലാതീതമായ സൗഹൃദം ദൃഢമാക്കുന്നതിനുള്ള നിർണായക നീക്കത്തിലാണ് ഇന്ത്യ. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് ഇന്ത്യയെ പിന്തിരിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമങ്ങൾ നടത്തുന്ന പശ്ചാത്തലത്തിൽ പുടിന്റെ ഇന്ത്യ സന്ദർശനം അന്താരാഷ്ട്ര തലത്തിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നതാണ്. ബാഹ്യ സമ്മർദ്ദങ്ങളുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും തങ്ങളുടെ തന്ത്രപരമായ പങ്കാളിത്തം ദുർബലമാകില്ലെന്ന് ലോകത്തിന് ശക്തമായ സൂചന നൽകുകയാണ്. 23ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടി ഡിസംബർ 1 നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് റോസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന റഷ്യ ഇന്ത്യ ഫോറം 2025 ഡിസംബർ 4-5 തീയതികളിൽ ഇന്ത്യയിൽ നടക്കും. ഉന്നത ഉദ്യോഗസ്ഥരും ബിസിനസ് നേതാക്കളും പങ്കെടുക്കുന്ന ഈ ഫോറത്തിൽ വ്യാവസായിക സഹകരണം വികസിപ്പിക്കുക, ഇന്ത്യൻ യന്ത്രസാമഗ്രികൾക്കും സാങ്കേതിക ഉൽപ്പന്നങ്ങൾക്കും റഷ്യൻ വിപണിയിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക, ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ റഷ്യൻ വാങ്ങലുകൾ വർദ്ധിപ്പിക്കുക എന്നിവ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും. കൂടാതെ ഇന്ത്യൻ ഔഷധങ്ങളുടെയും തൊഴിൽ വിഭവങ്ങളുടെയും റഷ്യൻ ഇറക്കുമതി വർദ്ധിപ്പിക്കുക, ടൂറിസം സഹകരണം മെച്ചപ്പെടുത്തുക തുടങ്ങിയ പുതിയ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുള്ള പുടിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമായതിനാൽ ഇതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 2000 ഒക്ടോബറിൽ പുടിനും അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയും ചേർന്ന് ഒപ്പുവെച്ച തന്ത്രപരമായ പങ്കാളിത്ത പ്രഖ്യാപനമാണ് ഈ വാർഷിക ഉച്ചകോടിക്ക് അടിത്തറയിട്ടത്. ഈ ദീർഘകാല പാരമ്പര്യം തുടരാനുള്ള ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധതയാണ് ഈ സന്ദർശനം അടിവരയിടുന്നത്. ഇതിനെല്ലാം പുറമെ റഷ്യൻ ഫെഡറേഷനിലെ സുപ്രധാന നഗരങ്ങളായ കസാനിലും എക്കാറ്റൻബർഗിലും പുതിയ ഇന്ത്യൻ കോൺസുലേറ്റുകൾ ഇന്ത്യ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയുടെ നയതന്ത്ര സാന്നിധ്യം യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, കരീബിയൻ എന്നിവിടങ്ങളിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള വിപുലമായ നീക്കത്തിന്റെ ഭാഗമാണിത്. ഇന്ത്യയുടെ യുവജനങ്ങളെ റഷ്യയുടെ വളരുന്ന തൊഴിൽ മേഖലയിലേക്ക് എത്തിക്കാനുള്ള പ്രധാന ചുവടുവയ്പും ഇന്ത്യ നടത്തിവരികയാണ്. 2025 മാത്രം 40,000-ലധികം ഇന്ത്യൻ പൗരന്മാർ റഷ്യൻ തൊഴിൽ വിസകൾക്കായി അപേക്ഷകൾ നൽകിയിട്ടുണ്ട്. നിലവിൽ വിദ്യാർത്ഥികൾ, സംരംഭകർ, തൊഴിലാളികൾ എന്നിവരുൾപ്പെടെ ഏകദേശം 63,000 ഇന്ത്യക്കാർ റഷ്യയിൽ താമസിക്കുന്നുണ്ട്. 2023 അപേക്ഷിച്ച് 2024 റഷ്യൻ പഠനം നടത്തുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 34% വർധനവുണ്ടായി എന്നത് വിദ്യാഭ്യാസ മേഖലയിലെ വർദ്ധിച്ചുവരുന്ന വിശ്വാസ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഡിസംബറിൽ നടക്കാൻ പോകുന്ന ഈ ഉച്ചകോടിയിൽ നിലവിലുള്ള സാമ്പത്തിക തടസ്സങ്ങളെ മറികടക്കാനും തന്ത്രപരമായ പങ്കാളിത്തം പുതിയ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനുമുള്ള ഒരു വേദിയായി മാറ്റും. ഇരു രാജ്യങ്ങളും ആഗോളതലത്തിൽ ഒരു പുതിയ ബഹുധ്രുവ ലോകക്രമം സ്ഥാപിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുമെന്ന് ഉറപ്പാണ്. ഇതിനു പുറമെ ഈ പുതിയ നയതന്ത്ര ചുവടുവയ്പ് ഇരു രാജ്യങ്ങളുടെയും ജനങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾ തുറന്നുകൊടുക്കുമെന്നും ഉറപ്പാണ്.